മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എൻജെ സർമ്മ മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളെ സന്തോഷത്തിൽ, സ്നേഹത്തിൽ, വിശുദ്ധിയിൽ വളർത്താനായി ഈ ഒരു അരമണിക്കൂറുള്ള മധുരമൊഴി തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനാണ്. ജോർജ് ഗ്ലോറിയ ചേട്ടൻ്റെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ചെറിയാനും മനുഷ്യച്ചിയുമാണ്. ഇവർ പല എപ്പിസോഡിൽ നമ്മളൊപ്പം വന്നതാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാനായി ഒരു വീട്ടിൽ പോയി. ഒരു വീട്ടമ്മയാണ്. സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയിൽ തന്നെ അവരുടെ മൂത്ത മകള് സ്കൂൾ വിട്ട് വന്നു വീട്ടിലേക്ക്. വന്ന് എന്നെ കണ്ട് സന്തോഷപൂർവ്വം പഴയ പരിചയമൊക്കെ പുതുക്കി സ്തുതിയൊക്കെ തന്ന് വർത്താനം പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാഗ് കൊണ്ട് വലിച്ചെറിയുന്നുണ്ട്. അമ്മ എന്തോ ചോദിച്ചു. അപ്പോൾ തന്നെ കൊച്ചു വലിയൊരു കൗണ്ടർ അടിച്ചു. തിരിച്ച് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു അച്ഛനിരിക്കുമ്പോൾ തന്നെ കൊച്ചു ഇത്രയും കട്ടിക്ക് ഡയലോഗ് അടിച്ചെങ്കിൽ അച്ഛൻ ഇല്ലാത്തപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയൊക്കെ വിചാരിച്ചപ്പോൾ അമ്മ ചോദിക്കുന്ന എല്ലാത്തിനും ഭയങ്കര ഹാർഷായിട്ടും ഭയങ്കര ഹാർഡായിട്ടും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞിട്ട് ടി വി ഓഫ് വെക്കരുതെന്ന് പറഞ്ഞു. കൊച്ചു ഓടിപ്പോയി ടി വി വെച്ചു. അത് ചെയ്യരുതെന്ന് പറഞ്ഞു, അത് ചെയ്തു. ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്യുന്നില്ല. അങ്ങനെ ഭയങ്കര കോൺട്രഡിക്റ്ററി ആയിട്ട് കുറച്ച് സീനുകൾ. എനിക്കവിടെ ഇരുന്നിട്ട് തന്നെ ഞാനവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ അമ്മയ്ക്ക് എന്തോരം വേദന ഉണ്ടാവുന്ന എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. കാരണം എൻ്റെ മുമ്പ് വെച്ച് തന്നെ ഈ അമ്മ, കാരണം ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ഇച്ചിരി കരിസ്മാറ്റിക് ഒക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ഇവാലുവേഷൻ. എൻ്റെ മനസ്സിൽ കൂടി ഓടിപ്പോകുന്ന ഇവാലുവേഷൻ ഇതായിരുന്നു. ദൈവമേ, ഇവർ ഈ കരിസ്മാറ്റിക് ഒക്കെ പറഞ്ഞ് എല്ലാവർക്കും ക്ലാസ് ഒക്കെ എടുത്ത് കിടന്നിട്ട് ഇവരുടെ മക്കളെ നന്നാക്കാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. ഒരു സാധാരണ ആവറേജ് കത്തോലിക്കൻ്റെ ചോദ്യങ്ങളാണെന്നെല്ലാം. അവർ പ്രാർത്ഥിക്കുന്നവരായിട്ട് അവരുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും സംഭവിക്കുന്നു. ഞാൻ അങ്ങനെ കുറേ വിധിവാചകങ്ങളൊക്കെ മനസ്സുയർത്തിക്കൊണ്ടിരിക്കുക. അവസാനം എനിക്ക് സഹതാവ് അമ്മയോട് എന്തിനി പറയും, എന്ത് വർത്താനം പറയും. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ആക്ച്വലി ഞാനൊക്കെയാണ് ഈ സാധനത്തില്ല പിടിച്ചാൽ പൊട്ടിയിൽ കൊടുത്തതെന്ന് പറഞ്ഞു. ഇതുപോലെയൊന്നും ഒരു കൊച്ചും, പ്രത്യേകിച്ച് ഒരു പെങ്കൊച്ചൊക്കെ അത് ഒരു അമ്മയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് അമ്മ പറയുകയാണ്, അച്ഛാ അത് അച്ഛനെ അറിഞ്ഞുകൂടായില്ല, അച്ഛന് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. കാരണം അത് അവളുടെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അവൾ ഇന്നാൾ വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. വളരെ നല്ല കൊച്ചായിരുന്നു. സൗമ്യമായിട്ട് സംസാരിക്കുന്ന, വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നത്. അവളുടെ പ്രായത്തിന്, അവളിപ്പോൾ ടീനേജിലേക്ക് കയറി അതിൻ്റെ അതിലെ ഫ്രസ്ട്രേഷൻസ്, ശാരീരികമായ വ്യത്യാസങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. അച്ഛനത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എനിക്കൊരു പരാതിയില്ല. ഞാൻ ഞെട്ടിപ്പോയി. അമ്മ പറയും, എനിക്കതൊരു മുറിവുമില്ല, ഒരു പരാതിയില്ല. അച്ഛനെ മുമ്പ് വെച്ച് പറഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല. കാരണം അവൾ നിസ്സഹായ, അവൾ അങ്ങനെ പറഞ്ഞ ഷീ ഈസ് ഹെൽപ്ലെസ്, ജസ്റ്റ് പ്രേ ഫോർ ഹർ. പ്രിയപ്പെട്ടവർ, ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ സംസാര വിഷയവും. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ മാറിപ്പോകുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ കൗമാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ വളരെ സൗമ്യമായും ശാന്തമായും നിയന്ത്രിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ കുടുംബം ഒന്നിച്ച് ആ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് അസിസ്റ്റൻസ് കൊടുക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയുടെ സംസാര വിഷയം. ഉറപ്പായിട്ട് ഡോക്ടറും കൂടി ആയതുകൊണ്ട് ചെറിയ ഡോക്ടർ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും. സൈക്കോളജിക്കൽ ഡിഫറൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് സാർ പറയുമോ? ഞാൻ പറയുന്നത്, നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കുറഞ്ഞൊരു പീരീഡ്, അതായത് ഞാൻ പറയുന്ന ഒരു 3 വയസ്സ് വരെയെങ്കിലും നമ്മൾ പറയുന്ന പോലെ, ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണിച്ചാൽ അല്ല കൈകൊണ്ട് കാണിച്ചാലൊക്കെ അവനൊന്ന് നിയന്ത്രണത്തിൽ വരുമായിരിക്കാം. അത് കഴിഞ്ഞ് ഇവരെ സ്കൂളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അവർക്ക് വേണ്ടി നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുക. കാരണം അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവന് പുതിയ പുതിയ കുറേ ശീലങ്ങൾ കിട്ടും അവൻ്റെ സഹപാഠികളിൽ നിന്ന്, പഠിക്കാൻ തുടങ്ങും. അപ്പം പഠിക്കാൻ തുടങ്ങുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാതാപിതാക്കൾ അറിയുന്ന എപ്പോഴും നല്ലതായിരിക്കും. അപ്പം അവനെ ആ രീതിയിൽ അവനോട് സമയം ചെലവഴിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവൂ. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. അത് തന്നെ, പിള്ളേരൊപ്പം ഇരിക്കുക, കേൾക്കുക, സംസാരിക്കുക. അതാണ് അതിൻ്റെ കാതലായ വശം. അപ്പം തന്നെ അവന് മനസ്സിലാവും, എൻ്റെ അപ്പന് സമയമുണ്ട്. അപ്പം സമയം ഉണ്ടാക്കുകയാണ് എൻ്റെ അപ്പൻ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ഇതുകൊണ്ടാണ് എന്ന് വരെ അവൻ മനസ്സിൽ കരുതും. ഇത് അമ്മയുടെ വലിയൊരു റോൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും അപ്പനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്, അപ്പൻ ഭയങ്കര ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള, നമുക്ക് എന്തും കംഫർട്ട് തരുന്ന ഒരാളാന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ സാധാരണ ഇതൊക്കെ ആമ്പിള്ളേരൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അപ്പനെ വലിയ പ്രതിപക്ഷമായിട്ട് കണ്ടു കളയും. അപ്പൻ എന്ന് പറഞ്ഞാൽ വില്ലനാണ്, എല്ലാത്തിനും എതിർക്കുന്ന ആളാണ്. ഞാനൊക്കെ ഒരു 10 എത്തിക്കഴിഞ്ഞ സമയത്ത് ഇച്ചാലിനൊക്കെ പറഞ്ഞാൽ വില്ലൻ കഥാപാത്രമായിരുന്നു. എന്തിനും നോ പറയാനുള്ള ആൾ, എന്തിനും കട്ട് പറയുന്ന ആൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് പക്ഷെ അമ്മ പറയുന്നത് അങ്ങനെയൊന്നും അല്ല, നിന്നെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇച്ചാൽ നിന്നെ ഇത്രയും വഴക്ക് പറയുന്നത്, ചിലപ്പോൾ അടിക്കുന്നതൊക്കെ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അമ്മയുടെ റോൾ എങ്ങനെയാണ് വരുന്നത്? അച്ഛൻ പറഞ്ഞ ഭയങ്കര കറക്റ്റ് ഒരു പോയിന്റാണ്. അതായത് ഈ മൂത്ത മോള് 12th പഠിക്കുന്നത്. അപ്പം അവൾക്ക് ഇപ്പം എന്തും നമ്മുടെ ഈ ഒരു ഏജിൽ എന്ന് വെച്ചാൽ അവർ നമ്മുടെ കുറവുകൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പം നമ്മളെ ചോദ്യം ചെയ്യും, അതെന്താ അങ്ങനെ അമ്മ അങ്ങനെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യും. അപ്പം ഞങ്ങൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അവർ ചോദ്യം ചെയ്യുമ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ലിസൺ ചെയ്യും. അതിൽ നമ്മൾക്ക് വരുത്താനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അധികം ഒന്നും പറയിക്കാൻ സമ്മതിക്കത്തില്ല. കുറേ ഇങ്ങനെ എന്നെ കുറ്റം പറയുമ്പോഴത്തേക്കും പുള്ളി പറയും കൂടുതലൊന്നും വേണ്ടെന്ന് അങ്ങനെ പറയാറുണ്ട്. നീ അമ്മ പറയുന്ന കേട്ടാൽ മതി, നീ കൂടുതൽ ഇങ്ങോട്ട് പറയണ്ട, അങ്ങനെയും പറയും. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പറയും, അവൾ പറയുന്നതിലും കാര്യമുണ്ട് വെച്ചിട്ടാ നമ്മൾ അങ്ങനെ പറയും. ചിലപ്പം അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇതുപോലെ എന്തോ പറഞ്ഞപ്പം ടോച്ചൻ ഇങ്ങനെ എന്തോ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും കൂടെ പഠിച്ച ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴേ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി സെക്കൻഡ് MBBS ആയിരുന്നു. അപ്പോൾ ഒരു വിഷയം പാസ്സാവാൻ പറ്റാതെ ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്ട്രെസ്സ് കാരണം അദ്ദേഹം ഒരു 4ാമത്തെ നിലയിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഒരു 2-3 വർഷം അദ്ദേഹം അങ്ങനെ കിടപ്പിലാവസാനം മരിച്ചുപോയി. അപ്പോൾ ഞാൻ ആ സംഭവം ജസ്റ്റ് ആകസ്മികമായിട്ട് പറഞ്ഞാണ്. അത് കേട്ട ഉടനെ ഇവളോട് മകള് എന്നോട് അവള് പറയാണേ, സൂയിസൈഡ് ചെയ്തില്ലെങ്കിലേ ഉള്ള അമ്മേ അത്ഭുതം. സ്ട്രെസ് കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് ഈ പ്രായത്തിലല്ലേ. ശരിക്കും അത് കേട്ടപ്പോ ഭയങ്കര എനിക്കും എന്നോട് തന്നെ അവള് എനിക്ക് ഭയങ്കര ഒരു കണ്ണു തുറന്നില്ല. ശരിക്കും അവര് പലപ്പോഴും അവർ പറയുന്ന നമുക്ക് പല കാര്യങ്ങളും തെറ്റാൻ നമുക്ക് തോന്നാം. കാരണം അവർക്ക് അനുഭവജ്ഞാനം ഇല്ല, അതിന്റെ ഒരു കുറവ് എന്തായാലും അവരുടെ വർത്തമാനത്തിലും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അവരെ കുറ്റം പറയാതെ ആ സമയത്ത് അവരെ ചേർത്ത് പിടിച്ചാല് നമുക്ക് അവരെ നേടാൻ പറ്റും. ഇത് ശരിക്കും വളരെ കൃത്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഡോക്ടറോട് ഇരിക്കുന്നതുകൊണ്ട് ഒരു സ്വല്പ സൈക്കോളജി ഒക്കെ പറയാല്ലേ. എറിക് എറിക്സൺ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും നല്ല സൈക്കോളജിസ്റ്റുകളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് ഡെവലപ്മെന്റ്. ജനനം മുതൽ മരണം വരെയുള്ള സ്റ്റേജ് കൊടുത്തിട്ടുണ്ട്. അതൊരു 5th സ്റ്റേജ് ഇത് പറയുന്നത്. ഈ ഒരു നമ്മൾ പറയുന്ന ടീനേജ് അഡോളസന്റ് സ്റ്റേജിലേക്കൊക്കെ വരുന്ന ഒരു സമയം. അത് പുള്ളി പറയുന്നത് ഒരു ഐഡന്റിറ്റി വേഴ്സസ് റോൾ ക്രൈസിസ് ആണ്. ശരിക്കും ഇവരൊരു രണ്ടും കെട്ട് പ്രായം. ഇവർ കുഞ്ഞുങ്ങളും അല്ല എന്നാൽ വലുതായിട്ടുമില്ല. ഇവർക്ക് തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അടുത്ത സ്റ്റേബിളും അല്ല. എന്നാൽ പിന്നെ പേരൻസിനെ അംഗീകരിക്കാൻ ഇച്ചിരി വിമുഖതയൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും പ്രതിപക്ഷമായിട്ടേ കാണത്തുള്ളൂ. രണ്ടും കെട്ട് പ്രായം എന്നൊക്കെ പറയാൻ പറ്റുന്ന സമയത്ത് അപ്പോഴത്തേക്ക് പിന്നെ അവർ ആകെ കംഫർട്ടബിൾ ഉള്ളത് അവരുടെ പ്രായത്തിലുള്ള കുറേ ആൾക്കാരുടെ അഭിപ്രായം അതൊരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള മച്ചുറായിട്ട് ഉത്തരം പോലും അല്ല. അതുകൊണ്ട് ഇവിടെയാണ് പേരൻസിന്റെ റോള് ഭയങ്കര ഹൈ ആയിട്ട് വരുന്നത്. അവരുടെ കൂടെ ഇരിക്കുക, ചുമ്മാ കേൾക്കുക, ക്ഷമിക്കുക, ഇതൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അവർ കുറച്ച് കാര്യങ്ങളെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ വേറൊരു സെക്കൻഡ് ആൾ പറയാണ്, ഒരു തലമുതിർന്ന ഒരു വൈദികൻ പറയുക, അല്ലെങ്കിൽ ഒരു ധ്യാന ഗുരു പറയുകയാണെങ്കിൽ അവരത് അതേപോലെ അവർ ഹൃദയത്തിൽ അത് റോൾ വരുന്നത്. അതെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 കുട്ടികളിപ്പം ടീനേജ് സ്റ്റേജ് ആയതുകൊണ്ട് ഒരാൾ 10ലും ഒരാൾ 12ലാണ്. അപ്പോൾ അവരെ ഞങ്ങളൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് വർഷത്തിൽ ഒരു ധ്യാനം കൂടണം. അതെന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർക്ക് കിട്ടും. 2 നമ്മുടെ ആത്മീയ വളർച്ചയിൽ അവർ ആ ഒരു ദൈവത്തിനുള്ളൊരു ദാഹം അവരിലുണ്ടാവും. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോ പ്രായം കൂടി വരുമ്പോൾ ഞാൻ ആകെ നിർബന്ധം പിടിക്കുന്ന ഒരു മേഖല അവിടെ മാത്രമാണ്. വർഷത്തിൽ ഒരു ധ്യാനം കൂടണം, പിന്നെ മാസത്തിൽ ഒരു കുമ്പസാരെങ്കിലും കുമ്പസാരിക്കണം, പറ്റുമെങ്കിൽ കുർബാന മാക്സിമം മുടങ്ങാതെ കൂടണം. അതും ഞങ്ങൾ എപ്പോഴും തന്നെ ഓരോ എന്താ പറയണ്ട പിള്ളേരാണ്, അതുകൊണ്ട് തന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് വീഴ്ചകൾ സംഭവിക്കാം. അപ്പം ഞങ്ങൾ സാധാരണ അവരുടെ ഹോസ്റ്റലിൽ വിളിച്ച് അന്വേഷിക്കും, മോള് പള്ളിയിൽ പോകുന്നുണ്ടോ? അത് പറയും പള്ളിയിൽ പോകുന്ന സിസ്റ്ററെ ഒന്ന് പറയണം, ഒന്ന് അവിടെ ഒന്ന് പിക്കപ്പ് ചെയ്യണം. അത് പറയുമ്പോൾ സിസ്റ്റർ ആ കരുതലോട് കൂടിയിട്ട് അതുപോലെ സിസ്റ്ററോട് തന്നെ അന്വേഷിക്കും, സിസ്റ്ററെ കുമ്പസാരിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സിസ്റ്റർ ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണം. അപ്പം ആ രീതിയിലുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാതെ ഞങ്ങൾക്കൊരു ധൈര്യവും കിട്ടുന്നുണ്ട്, ദൈവം കൂടെ ഉണ്ട്. അപ്പം വേണ്ട സമയത്ത് വേണ്ട നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു അമ്മയോട് സംസാരിച്ചപ്പോഴത്തേക്ക് മകൾക്ക് ഇച്ചിരി മറ്റു കുട്ടികളെ പോലെ പഠിച്ചു കയറാൻ മാത്രം IQ ലെവലില്ല. അത് അമ്മയ്ക്ക് അപ്പന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾ ശരിക്കും ടീനേജാണ്, അവൾ 10th എത്തി. അപ്പോൾ ആ അമ്മ കംഫർട്ട് ചെയ്തിട്ട് എനിക്ക് കൊതി വന്നു. സ്കൂളിലൊക്കെ പോയിട്ട് ടീച്ചേഴ്സ് പറയാണ് ഇവിടെ പഠിക്കുന്നില്ല കേട്ടോ, ഒന്നും കൊള്ളത്തില്ല. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഈ അമ്മ ഈ പിള്ളേരെ ചേർത്ത് പിടിക്കും. അതുകൊണ്ട് ഈ കൊച്ചിന് അമ്മയുടെ കാര്യങ്ങൾ അതുപോലത്തെ കാര്യം അത് ഭയങ്കര സ്നേഹം ഈ കുഞ്ഞിന്. എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ സ്നേഹം ഈ കൊച്ചിനാണ് വീട്ടിൽ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, ഈ അമ്മമാരുടെ അപ്പന്മാരുടെ സ്നേഹവും കംഫർട്ടൊക്കെ കൊടുക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇച്ചിരി പഴയ കാലത്തും അല്ലെങ്കിൽ ഞങ്ങൾ ഇച്ചിരി ന്യൂ ജനറേഷൻ ഫാമിലി വിശേഷങ്ങൾ പറഞ്ഞ സമയത്തെ ജനറേഷൻ ഏതാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളുടെ കിടപ്പ് ഇതൊക്കെ തന്നെ. അതെ. അതിൻ്റെ കൂടെ എനിക്ക് ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞാൽ ക്രൈസിസ്. അതായത് കുട്ടിയല്ല വലുതുമല്ല, കുട്ടിയാണെന്ന് പറഞ്ഞാൽ സ്വയം അംഗീകരിക്കാൻ മേല, നാട്ടുകാരും അംഗീകരിക്കില്ല. തിരിച്ചും നാം മുതിർന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാതെ കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അവിടെ പോകും, അപ്പുറത്ത് പോകുന്നുള്ളൊരു ശൈലി വരും. എനിക്കൊന്നും ഇവിടെ മാതാപിതാക്കൾക്ക് അവർക്ക് കൊടുക്കാവുന്ന വലിയൊരു കംഫർട്ട് സോണിലേക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റുന്നത് സ്റ്റാർട്ട് റെസ്പെക്റ്റിംഗ് ദം. അവരെ ഒന്ന് മാനിക്കുക, ബഹുമാനിക്കുക. ഇടയ്ക്ക് വിളിച്ച നമ്മളെ മോളെ
ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നീ എന്ത് പറയുന്നു? അപ്പോൾ ഉദാഹരണം ഒരു കാറ് വാങ്ങിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെ അതുപോലെ വലിയ കാര്യം വാങ്ങണമെന്നില്ല. അവിടെ മുതൽ നിസ്സാരം, നമ്മൾ ഈ കടയിൽ നിന്നാണ് നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, നിനക്കെന്ത് ഫീൽ ചെയ്യുന്നു? ആ കടയാണോ നല്ലത്, നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാലോ? വലിയ കാര്യമാകണമെന്നില്ല, പക്ഷേ നമ്മൾ അവരുടെ അഡ്വൈസ് കേൾക്കുന്നു. സ്വീകരിക്കാവുന്നതാണെങ്കിൽ നമ്മളത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവരെ മാനിക്കുന്നു. ഇനി സ്വീകരിക്കാൻ പറ്റുന്നില്ലാത്തതാണെങ്കിൽ നമ്മൾ അവരെ മാനിക്കാൻ അതിന് നമ്മളൊരു വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. എൻ്റെ മോളെ നീ പറഞ്ഞത് വളരെ കറക്റ്റാണ്, പക്ഷേ ആ കാരണം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ആ കടയിൽ നിന്ന് വാങ്ങിയാലും ഈ കടയിൽ നിന്ന് വാങ്ങിയാലും ആ കാർ വാങ്ങിയാലും ഈ കാർ വാങ്ങിയാലും അതല്ല ഇഷ്യൂ. നമ്മൾ കുഞ്ഞവിടെ മാനിക്കപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് തിരിച്ചു കിട്ടും. നാളെ അല്ല, അടുത്ത ദിവസം ഇങ്ങോട്ട് നമ്മൾ അവിടെ വന്ന് അഭിപ്രായം ചോദിക്കും. അതാണ് എങ്ങനെ ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വലിയൊരു ആക്സസ് കിട്ടുക, അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടൊരു ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോബിയച്ചൻ ഒരിക്കൽ പറഞ്ഞു, ബോബിയച്ചൻ ഗുരുചരണത്തിൽ പറഞ്ഞ, ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന പ്രസംഗം ബോബിയച്ചൻ്റെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ബോബിയച്ചൻ്റെ അപ്പനും തമ്മിലുള്ള ബന്ധം. പിന്നെ ബാല്യത്തിലേക്ക് എനിക്ക് അപ്പനും ഭയങ്കര ബഹുമാനമായിരുന്നു, കാരണം അപ്പൻ ടീച്ചറായിരുന്നു, നാട്ടുകാരൊക്കെ അംഗീകരിക്കുന്ന ഭയങ്കര സോഷ്യലായൊരു ഫിഗറാണ്. പക്ഷേ ഇനി അച്ഛന് അപ്പനെ ഏറ്റവും കൂടുതൽ ബഹുമാനം ആദരവൊന്നും നിമിഷമുണ്ട്. അച്ഛൻ ഏകദേശം ഒരു 12-13 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഒരു ദിവസം അപ്പൻ മകനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക്, മോനെ എനിക്ക് നിന്നോടൊരു അഭിപ്രായം ചോദിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ടീച്ചറാണ്, എനിക്ക് വീട്ടിലെത്തി എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന്. എൻ്റെ അപ്പൻ്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം ഞാൻ അച്ഛനോട് ഷെയർ ചെയ്യണം, കുഞ്ഞു പയ്യനോട് ഷെയർ ചെയ്യാണ്. നീ എങ്ങനെ നോക്കിക്കാണുന്നു? അച്ഛൻ പറയണം, ഞാൻ അന്നേരം അങ്ങ് വലുതാവാൻ തുടങ്ങുമായിരുന്നു. എൻ്റെ അപ്പൻ എന്നെ മാനിക്കുന്നതിൻ്റെ അളവേ, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അപ്പൻ്റെ കുഞ്ഞു കാര്യങ്ങളിൽ പോലും ഞാൻ അങ്ങേയറ്റ ശ്രദ്ധ ചെലുത്തുകയും അപ്പം പറയുന്ന കുഞ്ഞു കാര്യത്തെ പോലും എതിർക്കാതിരിക്കുകയും ചെയ്യാൻ തുടങ്ങും. കാരണം ഞാനങ്ങ് എന്നെ പെട്ട അപ്പനങ്ങ് മാനിച്ചു. ഇത് നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ അങ്ങനത്തെ ചില മാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരസ്പരം, ചേട്ടൻ പറഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെ പരസ്പരം മാനിക്കുന്നതിൻ്റെ ഇതിപ്പോൾ എന്താ പറയുക, ഞാൻ സാധാരണ എൻ്റെ ജീവിതത്തിൽ ഞാൻ സംഭവിച്ചിട്ടുള്ള കാര്യം, ഒരു ബേക്കറി കയറുകയാണെങ്കിലും ഒരു സാധനം മേടിക്കും, ഞാൻ മൂത്ത മോളുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും, മോളെ ഇത് എത്ര വാങ്ങിക്കണം? അപ്പോൾ അവൾ പറയാം, അച്ഛാ ഇത് 250. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളും ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവളോട് ചോദിച്ചിട്ട് വാങ്ങിക്കും. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഒന്ന്, അവളും പതുക്കെ എക്യുപ്ഡ് ആവും. ബാക്കിയുള്ള അനിയത്തിമാരും, ഓ അച്ഛൻ ഇപ്പം ചേച്ചിയോടാ ചോദിക്കുന്നല്ലേ, അപ്പം ഞങ്ങൾ ഇനി അംഗീകരിക്കണം, ചേച്ചി പറയുന്നത് ഞങ്ങൾ കേൾക്കണം, ചേച്ചി മച്ചുവർഡ് ഫിഗറായി. ആ ഒരു അറിവും കൂടെ ഇവർക്ക് താഴോട്ട് ചെല്ലുമ്പോൾ ചേച്ചി പറയുന്നതും കൂടെ റെസ്പെക്ട് ചെയ്യും. അവൾക്കും സ്വന്തമായിട്ട് വീട്ടിൽ വന്നാലും അവൾക്കൊരു ഞാൻ ഒരു മുതിർന്ന ആളായ അച്ഛൻ എന്നോടും ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അല്ല ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലിൽ പാട്ട് കേൾക്കലും പരിപാടികളൊക്കെ ഉണ്ടേ. അപ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. കാരണം നമുക്കതൊന്നും ഇല്ലായിരുന്നു. മാത്രമല്ല പിള്ളേരിങ്ങനെ സമയം കളയുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. ഇവരെ വേറെ ഒന്നുമല്ല, പാട്ടൊക്കെയാണ് കാണുന്നത്. അപ്പം ഞാൻ വന്ന് ചിലപ്പം വല്ലാതെ കിടന്ന് ദേഷ്യപ്പെടും. എപ്പോൾ നോക്കിയാലും നിനക്ക് ഇതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടും. അപ്പം അമ്മയ്ക്ക് എപ്പോഴും അമ്മ ഇങ്ങനെ പറയുന്ന കാരണമാണ് ഞങ്ങളിങ്ങനെ കാണുന്നത്. അമ്മ ഇങ്ങനെ പറയാതിരുന്ന് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പഠിപ്പിക്കും. അപ്പം ഞാനിങ്ങനെ എന്നാലും ഞാൻ പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന, കാരണം ഈ ഏരിയാസ് ഒന്നും ഞാൻ ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്. അവൾ എനിക്ക് എൻ്റെ മോളിങ്ങി വന്ന്, അമ്മ എത്ര ദിവസം എടി നിൻ്റെ കൂടെ ഒന്ന് കിടന്നിട്ട് നീ ഇവിടെ വാ, നീ എൻ്റെ കൂടെ ഒന്ന് കിടന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടക്കും. അപ്പോൾ അവൾക്ക് എനിക്ക് ഉറപ്പാണ്, അവൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിഷമമൊക്കെ അവൾ പോകും ആ സമയത്ത്. അപ്പൊ അനിയത്തിമാരെല്ലാം വരും, അമ്മയ്ക്കിപ്പം ചേച്ചിനെ മാത്രം മതി. പറയാം, നിങ്ങൾ എല്ലാ ദിവസം അമ്മ നിങ്ങളുടെ കൂടെ കിടക്കുന്നതല്ലേ, ചേച്ചി വല്ലപ്പോഴും അല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഉടനെ അവള് തന്നെ ഇനി വാ, ഇനി അടുത്ത് അമ്മ കിടന്നു, അടുത്ത കൊച്ചു കിടന്നു. അങ്ങനെ അവള് തന്നെ അങ്ങനെ ചെയ്യാറുണ്ട്. അവൾ അമ്മയായിട്ട് എല്ലാവരെയും കൊണ്ട് എൻ്റെ കൂടെയൊക്കെ ഒന്ന് കിടത്തും. അപ്പോൾ ചില ദിവസം പറയും, ഈ അമ്മ ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛയുടെ കുറ്റമായിട്ട് പറയാം. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയും. അപ്പം ഞാൻ പറയും, എടി അച്ഛയ്ക്ക് നിന്നെ എന്ത് ഇതാണെന്നറിയാം, നീ പോയി കഴിയുമ്പം നീ ഇവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ആകെ മൂഡ് ഓഫാ. അപ്പം അങ്ങനെ അച്ഛനെ അത് സത്യം തന്നെ പറയത്തുള്ളൂ, കള്ളത്തരമൊന്നും ഉണ്ടാക്കി പറയത്തൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം അച്ഛനെ വിഷമിപ്പിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഫീലിംഗാണ്. നമ്മളെ എന്തുണ്ടെങ്കിലും നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. നമ്മൾ പേരൻസ് അവർ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കത്തില്ല. നമ്മൾ അത്രയും സ്നേഹം അവർക്ക് കൊടുക്കുക. ഇത് സാധാരണ സംഭവിക്കപ്പെടാതെ പോകുന്നൊരു കാര്യമാണ്. കാരണം ഈ സമയത്ത് ചേഞ്ച് ആർക്കും മനസ്സിലാവാത്തൊരു ചേഞ്ചാണ്. ഇന്നലെ വരെ നല്ല അനുസരണത്തോടെ ഇരുന്ന കൊച്ചി ഇന്നൊന്നും പറഞ്ഞാൽ അനുസരിക്കില്ല. ഇന്നലെ വരെയുള്ള ശാന്തമായി നടന്ന ആളൊക്കെ ഇന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഇന്നലെ വരെ നന്നായിട്ട് കുത്തിയിരുന്ന് മണിക്കൂറോളം പഠിച്ചെന്നുള്ളതൊക്കെ ഇന്ന് തൊടുന്നില്ല. ഇന്നലെ വരെ കൊന്ത വീട്ടിൽ എല്ലാവർക്കും മുമ്പേ പോയി കൊന്തയിലിരുന്ന ആൾ ഇന്നോട് പ്രാർത്ഥിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഇത് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ മൊമെൻ്റ് ആണ്.
അപ്പോൾ പറയും നമ്മൾ ഭയങ്കര ഇന്നലെ വരെ കാണിക്കാൻ ഇന്നത്തെ കാണിച്ചെന്ന് ആവശ്യം ചോദ്യം വരും. അതൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ നമ്മളിപ്പം തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു 13-14 വയസ്സാകുമ്പോഴേ ഈ റെബലിയസ് നേച്ചർ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളിപ്പം വിചാരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പം കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് വരെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. എന്നുവെച്ചാൽ അവള് ഭയങ്കര സ്വീറ്റ് ആയിട്ടായിരുന്നു, എന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നേ. പെട്ടെന്ന് അങ്ങോട്ട് അവള് ചേഞ്ച് ആയി. അപ്പം ഇതിനൊരു നമ്മളീ അഡോളസൻസ് എന്നൊക്കെ പറയുന്നത് ടീനിൽ തന്നെ അതിന്റെ ഡേറ്റ് ഒക്കെ മാറി. അതൊക്കെ മാറി നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. അവള് ചോദിക്കും, അത് കൃത്യം പോയിന്റ് ആയിട്ടുള്ള അങ്ങനെ ചെയ്താല് അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ശരിക്കും അവളെ ഒരു ടീനേജറെ എടി, പോലെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നടി, നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ വഴക്കൊക്കെ പറയാം അവളെ. അപ്പോഴേക്കും ടോച്ചട്ടൻ അപ്പം പറയും ഇങ്ങനെ കാണിക്കും, ഒന്നും പറയണ്ടെന്നുള്ള രീതിയിൽ. അല്ല, അവള് വളർന്നു വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, അധികം കുറ്റപ്പെടുത്താതെ എങ്ങനെയെങ്കിലും അല്ല, ഇത് നല്ലൊരു മേർജിങ് ആണ്. ഒരു സൈഡിൽ ഒരാൾ അത്യാവശ്യം കുറ്റപ്പെടുത്തുന്നതൊക്കെ നല്ലതാ, കുറച്ച് കറക്ഷൻസ് ഒക്കെ ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്നതല്ല, ഒന്നുകിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ. മറ്റേ സൈഡിൽ ഒരാൾ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ഒരു മേർജിങ്, ഒരു നമ്മൾ പറയുന്ന ഒരു ഇക്വിലിബ്രിയം സ്റ്റാറ്റസ് വരും. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണെങ്കിലും രാവിലെ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യും. നമുക്ക് ശരിക്കും അറിയാം അവളെ എഴുന്നേക്കാൻ തന്നെ അവൾ സ്ട്രഗിൾ ചെയ്യാണ്. ഈ കൊച്ചിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് ഈ കൊച്ചിൻ്റെ സ്ഥിതി ദയനീയമാണെന്നും അറിയാം. അപ്പം ഞാൻ ആ രീതിയിൽ മനസ്സിലാക്കി തന്നെ ഞാൻ പറയും. അപ്പം മഞ്ജു ആ വിടാനുള്ള വെപ്രാളത്തിൽ ഇവളെ പിടിച്ചെഴുന്നേപ്പിക്കാൻ. അപ്പം ഞാൻ പറയും ഇന്നൊരു ദിവസം അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ, സാരമില്ല. പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ വിചാരിക്കും ഇതുപോലൊരു അപ്പൻ എന്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എത്ര സമാധാനമായിരുന്നു. അങ്ങനെ വിടാതിരുന്നിട്ടുണ്ട്. ആണല്ലേ? മാർക്ക് കുറവുമ്പോഴത്തേക്കും തിരിച്ചു പറയാറുണ്ട്, മഞ്ജു കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ നന്നായിട്ട് പഠിപ്പിക്കണം, അങ്ങനെ പറയാറുണ്ട് കേട്ടോ. സുഹൃത്താര്, എൻ്റെ ഒരു സുഹൃത്താര് അപ്പൻ എന്നാൾ പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൻ്റെ മോള് പറയാണ്, അപ്പൻ ബാക്കി എല്ലാ സമയങ്ങളിലും നല്ല കൂട്ടുകാരനും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മാത്രം നല്ല അപ്പനുമാണ്. അതുവരെയൊക്കെ നല്ല കമ്പനിയാണ്. അത് ശരി. മഞ്ജു, നീ ഇത്ര സ്ട്രെയിൻ കൊടുക്കല്ലേ പിള്ളേർക്കെന്ന് പറയും, പക്ഷെ മാർക്ക് വരുമ്പോ ഇതൊന്നും പറയത്തില്ല. മാർക്ക് വരുമ്പോ പറയും. പിള്ളേർക്ക് തന്നെ അറിയാം, അതായത് അച്ഛൻ ഇപ്പം ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്ന് കുറച്ച് വീക്ക് ആവും, നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് പറയും PTA അമ്മേനെ വിട്ടാൽ മതി, അച്ഛൻ അങ്ങോട്ട് വരണ്ട. കാരണം അവർക്ക് അതിൻ്റെ ശരിക്കും അറിയാം. അച്ഛൻ പൊതുവേ കാര്യങ്ങളെല്ലാം കുറച്ച് തണുത്ത രീതിയിൽ ഈ ടീച്ചർമാർ പറഞ്ഞ് പ്രകോപിപ്പിച്ച് നീ അച്ഛനെ മാറ്റാൻ ഭയങ്കരമായിട്ട്. ഇളയ മോളും 1ാം ക്ലാസ്സിലുള്ള മോള് ചുമ്മാ കിടന്ന് കരയും ചില സമയത്ത്, വല്ലാതെ കിടന്ന് വാശി. പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോഴേക്കും, പള്ളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും നിലത്ത് കിടന്ന് കരയും. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഞാനിങ്ങനെ പിച്ചൊക്കെ കൊടുക്കുവേ, അത് കൊടുക്കുവേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട്, മോളെ അമ്മ സോറി എടി, അമ്മ അറിയാതെ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്ത കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. അപ്പോൾ അവളും കുറേ ഉമ്മ തരും, ഇനി അമ്മ പറയുന്നത് കേട്ടോളാവേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും പറയും. പക്ഷെ പിന്നെയും അതാകും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എന്നാ പറയണ്ടേ, പിള്ളേരിങ്ങനെ വാശി സ്വഭാവം കാണിക്കുമ്പോഴും നമ്മളതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അത് ഒരു സമയത്തെ എന്താണെങ്കിലും പോകും. അത് നമ്മൾ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല. ഒരു പെട്ടെന്ന് ഒരു കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ, അത് കഴിഞ്ഞ് അങ്ങ് മാറും അത്. പക്ഷെ നമുക്കൊരു ക്ഷമയും ദൈവാശ്രയമൊക്കെ വേണം. പിന്നെ ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു വികാരത്തിൻ്റെ പുറത്ത് കൊച്ചിനെ ഒരു ചെറിയ അടി കൊടുത്തെന്നിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞ് ആ കൊച്ചിനെ ചേർത്ത് പിടിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അതപ്പം ആ കൊച്ചിന് മനസ്സിലാവും ശിക്ഷിച്ചത് എന്തോ ഒരു സംഗതിക്ക് തന്നെയാണ്, പക്ഷെ അപ്പൻ്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും കുറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ അമ്മ തന്നെ വളർത്തണേ, എനിക്ക് ഒരു കഴിവുമില്ല. കാരണം എന്നാ പറയണ്ട, അമ്മയോട് വളർത്താൻ ഞാൻ ഏൽപ്പിക്കും. സംഭവം കഴിഞ്ഞ് ഞാനിങ്ങനെ മടുത്തടയുമ്പോൾ കിടന്നിട്ട് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കും, അമ്മ ഒന്ന് വളർത്തണേ. പക്ഷെ അമ്മ വളർത്തുന്നതിന്റെ മാറ്റമുണ്ട്. അല്ല, ശരിക്കും അതിൻ്റെതായ ഒരു മാറ്റമുണ്ട്. അതായത് നമ്മൾ മനുഷ്യർ വളർത്തിയാൽ എപ്പോഴും ഒന്നെങ്കിൽ കുറവല്ല കൂടുതൽ വൻ പരാജയമായിരിക്കും. അതേസമയം എല്ലാം ദൈവത്തിന് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടെ നിന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നുകൊള്ളൂ. ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടുന്ന എല്ലാം തന്നെ നമ്മൾ ഈ വളർച്ചയുടെ പ്രായം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ, അല്ലെങ്കിൽ ഫിസിക്കൽ, ഇമോഷണൽ. എനിക്ക് തോന്നുന്നു ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ഈ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതെ അതെ, പിള്ളേർ ഭയങ്കര തീക്ഷ്ണമതകളായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരോ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നവരോ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവരൊക്കെ ഈ ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് ഡിസിൻട്രസ്റ്റഡ് ആയി പോവാം. പള്ളിയിലൊക്കെ വന്നിട്ട് വളരെ ഷാബിയായിട്ടൊക്കെ നിൽക്കുന്നതും, അല്ലെ പള്ളി കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് വേറെ വഴിക്ക് പോകുന്ന ആൺപിള്ളേർ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിള്ളേരൊക്കെ കിടന്ന് ഉറങ്ങും കുർബാനയ്ക്ക് പോകാതെ, ജവമാലയല്ലാതെ, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ഏജിനെ എങ്ങനെ ഉറങ്ങാത്ത പിള്ളേര് അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ ജോർജ് ചേട്ടാ, ഈ പ്രാർത്ഥനയുടെ മേഖലയിൽ ഈ സ്ട്രഗിൾ ചെയ്യുന്ന പേരൻസിന് നമുക്ക് എങ്ങനെയാണ്? ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്, നമ്മൾ അവരുടെ അനുഷ്ഠാനത്തിൽ നിന്നും അവരെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക. പള്ളിയിൽ പോയാൽ ദൈവവിശ്വാസിയാണ്, പള്ളിയിൽ പോയില്ലെങ്കിൽ ദൈവവിശ്വാസം പോയി. ഇതൊരു ബേസിക്കലി തെറ്റാണ്. ഓക്കെ, അവര് നമ്മൾ അതുവരെ വളർത്തി പ്രൊവൈഡഡ്, അത് എപ്പോഴും ഉണ്ട്. അതുവരെ വന്നതൊക്കെ
നമ്മൾ കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് അവരെ വളർത്തിയത് ശരിയാണെങ്കിൽ അതിന് മാറ്റമൊന്നും വരില്ല. പക്ഷേ അവരുടെ എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ മാറും. ഒരു പക്ഷേ ഞാൻ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് കാണിക്കാൻ വേണ്ടി പള്ളിയിൽ പോകാതിരിക്കാം. കാരണം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അത് എല്ലാവരും പറയുന്നതിനനുസരിച്ച് പോകുന്നു. ഐ എം ഡിഫറൻസ്, റിബല്ലിയസ് നേച്ചറൊക്കെ കാണിക്കുന്ന അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ അർത്ഥം അവർക്ക് ദൈവം പോയെന്നോ ദൈവം ഇല്ലെന്നായെന്നോ ഒന്നുമല്ല. ബേസിക് സാധനം കൊടുക്കുക ഉള്ളൂ. അത് ആദ്യമേ കൊടുക്കുക. അതിപ്പോഴും അല്ല, ഞാൻ പറയും ഗർഭസ്ഥാവസ്ഥ മുതൽ തുടങ്ങേണ്ടതായിരിക്കാം. അത് അവിടെ കിടക്കുന്നു. അതുകൊണ്ടായിരിക്കണം പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളും കാണിച്ചിരിക്കുന്നത്. നമ്മളെക്കാൾ നമ്മൾ കാണിച്ചു കൊടുത്തതിനൊക്കെ കേമമാകണോ ഓരോന്നൊക്കെ ഉള്ള ഡിമാൻഡ് ഇച്ചിരി കട്ടി കൂടിയ ഡിമാൻഡല്ലേ, നമുക്ക് തന്നെ അറിയാമല്ലോ. എനിക്ക് പറ്റിയില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടത്. ഞാൻ അങ്ങനെ തന്നെ അവരോട് പറയാം, എൻ്റെ മക്കളെ എനിക്കിത് ഇത്രത്തോളമേ പറ്റിയുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു ഫെയിലിയറാണ്. നിങ്ങൾ വാസ്തവത്തിൽ വിജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾ എന്നോട് ഉള്ളെങ്കിൽ മതി. എന്നെ അതിലംഘിച്ച് മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണമെന്ന്. എനിക്ക് പറ്റിയിട്ടില്ല. ഇത് നമ്മൾ എക്സ്പ്രസ്ലി പറയുന്നതല്ല, വീട്ടിൽ നമ്മളൊന്ന് സാക്ഷ്യം പറയണം. അതെന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല, അതാത് ദിവസത്തെ സാക്ഷ്യമുണ്ട്. ഇന്ന് നമ്മൾ ഇതായിരുന്നു എൻ്റെ പ്രശ്നം. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം മുതൽ എന്ത് ചെയ്യുന്ന എനിക്കൊരു പിടിയില്ലായിരുന്നു. ഞാൻ 2 or 3 പ്രാവശ്യം ഹൃദയരോഗത്തിന് പിന്നെ പോയി തമ്പുരാനെ രക്ഷയില്ല കേട്ടോ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ ഒന്നും തെളിഞ്ഞു വന്നില്ല. പക്ഷെ ഉച്ചയായപ്പം ദൈവം വരുന്നു, അപ്രതീക്ഷിതമായ സ്ഥലത്ത് നിന്നും പരിഹാരം. ഇവിടുന്ന് ഇത് ഇങ്ങനെ വന്നു. എനിക്കറിയില്ല ഇപ്പൊ എന്തൊരു പീസ് ഓഫ് മൈൻഡാണ്. ഭയങ്കര ഒരു സംഭവം തന്നെ എന്ന് പറയാം. എന്നിട്ട് പിന്നെ ഞാൻ പറയാം, ഞാൻ എന്ത് മണ്ടനായിരുന്നു. രാവിലെ മുതൽ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടി രാവിലത്തെ കാപ്പിക്ക് എന്നതായിരുന്നു ഉണ്ടാക്കി തന്നെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു പോലും. ഞാൻ ആസ്വദിച്ചിട്ടില്ല. കാപ്പി കുടിച്ചോളാൻ പറഞ്ഞ് കുടിച്ചു. ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ഈ ഉച്ച കഴിഞ്ഞ് ദൈവം എനിക്ക് ചെയ്തു തരുന്നത് രാവിലെ എനിക്കൊന്ന് വിശ്വസിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അത്രയും സുന്ദരമാകുമായിരുന്നു. വാസ്തവത്തിൽ ഈ തമ്പുരാൻ്റെ ഓരോ കളി എന്നൊക്കെ ഒന്ന് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും 3-4 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അവർ മനസ്സിലായി. നാളെ അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ദൈവാശ്രയബോധം പിടികിട്ടുന്ന മനസ്സിലായി. ടെൻഷൻ എന്നതാണെന്ന് മനസ്സിലായി. അപ്പനും അമ്മയൊക്കെ കടന്നു പോകുന്നതിനകത്തൂടെ വലിയൊരു സ്റ്റേജ് നാളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതുണ്ട് തോന്നുന്നു പലപ്പോഴും. പക്ഷെ നമ്മുടെ ഒരു സാധാരണ കുടുംബത്തിനെ സംബന്ധിച്ച് അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവർ പെട്ടെന്ന് ഉത്തരങ്ങളും പെട്ടെന്ന് തീരുമാനങ്ങളും എടുത്തു പോകല്ലേ. അങ്ങനെയുള്ളവർക്ക് വലിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. കൊച്ചുറേസയുടെ ജീവിതമാണ്. എൻ്റെ കൊച്ചുറേസ, നമ്മൾ കൊച്ചുറേസ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കളർഫുള്ളായ ഭയങ്കര ഹോളിയായ ഒരു വിശുദ്ധ എന്നല്ലേ. പക്ഷേ ഈ ട്രാൻസിഷൻ പീരീഡിൽ ഏറ്റവും അലമ്പുണ്ടാക്കിയ ഒരു കഥാപാത്രങ്ങളാണ് കൊച്ചുറേസ്യ. ബാല്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. കുറച്ച് വലുതായി ഈ ഒരു ചേഞ്ചിൻ്റെ ഏജ് വന്നപ്പോഴത്തേക്ക് ഇത്ര ബോറായിട്ടാണ് അവൾ വീട്ടിൽ പ്രകടിപ്പിക്കുന്നത്. അപ്പം പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അപ്പന് മറുതലിച്ച് പറയും. അതിന് ചേച്ചിമാരാണ് അവളെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൻ പോയി സോറി പറഞ്ഞിട്ട് വാ. അവൾ വീട്ടിലുള്ളൊരു ജോലിക്കാരനെ ചീത്ത വിളിച്ചു, അസത്തേന്ന് വിളിച്ചു. ഇവിടെ പറഞ്ഞു അവൾ തെറ്റിയിട്ടല്ലേ വിളിച്ചു, ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കാൻ പോകുന്നത്. പറ്റില്ല, ഇവിടെ ഇങ്ങനെയാണ്. മാപ്പ് ചോദിപ്പിച്ചു. ഭയങ്കരമായിട്ട് ചേച്ചിമാർ കറക്റ്റ് ചെയ്തും കൂടെ നടന്നും വളരെ പേഷ്യൻ്റായിട്ട് ക്ഷമാപൂർവ്വം നടന്നാണ് അവൾ 20 കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശുദ്ധിയുടെ സ്റ്റേജിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് കുത്തൊഴുക്കൂടെ കയറിപ്പോയത്. ജോലിയേട്ടൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ആദ്യം കൊടുക്കാനുള്ള കൊടുക്കുക, ഒരു കുറവുമില്ല. ഗർഭാവസ്ഥ മുതൽ ഒരു കുറവുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിനും വേണ്ടത് കൃത്യമായിട്ട് കൊടുക്കുക. ചില സമയങ്ങളിലൊക്കെ അവർ കുറച്ചൊക്കെ മാറിയൊക്കെ നടക്കുമായിരിക്കും. പക്ഷേ അവർ അടിസ്ഥാനം കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഒരിക്കലും തമ്പുരാനിൽ നിന്നോ സ്നേഹമുള്ള പേരൻസിൽ നിന്നോ അകന്നു പോകാൻ സാധിക്കത്തില്ല. കുറേ പേരൻസ് ചങ്ക് പൊട്ടുന്നുണ്ടായിരിക്കും, മക്കളെ കൊണ്ട് കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഓടുന്നുണ്ടായിരിക്കും, ധ്യാനകേന്ദ്രം കയറി നടക്കുന്നുണ്ടായിരിക്കും. എന്താ എൻ്റെ കൊച്ചിന് തല ഈ പിശാചിനെ നിറക്കി വിടാൻ. പാവങ്ങൾ പിശാചെന്ന് പറഞ്ഞു കേട്ടോ. പാവം കുഞ്ഞുങ്ങൾ ഈ വളർച്ചയുടെ പ്രായത്തിലെ പ്രശ്നം കൊണ്ട് മാത്രമാണ് ഡോക്ടർ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ 2ാമത്തെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അവൾ ഒരു സമയത്ത് എന്നോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഇതായിട്ട് രൂക്ഷമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ക്ഷമാപൂർവ്വം ഇങ്ങനെ കേട്ടോ, ഇത് എത്ര വരെ പോവും കേട്ടോണ്ടിരുന്നപ്പോഴേ മൂത്ത മോള് തൊട്ടടുത്തുണ്ട്. അച്ഛയോട് ഇത്രയും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ വെച്ച് ഞാൻ പറയുന്നതിന്റെ ഡയലോഗ് അവിടെ പറഞ്ഞു കഴിഞ്ഞു. സെയിം ഏജ് ആണ്. അപ്പൊ അവര് തമ്മിൽ പറയുമ്പോൾ അത്രയും പ്രശ്നം. അപ്പൊ അങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ റോള് കഴിഞ്ഞു. അവിടെ തന്നെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിങ്ങോട്ട് വരികയാണ്. ബാക്കി പിന്നെ നമ്മളിങ്ങനെ അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കറക്ഷനും കൂടെ കിട്ടണമെങ്കിൽ ഈ മൂത്തയാളെ നമ്മൾ ആ ഒരു ലെവലിലോട്ട് എത്തിക്കണം. അപ്പൊ അങ്ങനെ എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പണി പിന്നെ എളുപ്പമാവുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു കറക്ഷൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കയറി വരികയാണ്. നമ്മുടെ പഴയ സെയിം നാടകവേദി തന്നെയാണ് കേട്ടോ.
അധികം മക്കളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പേരൻസ് ഈ മേഖലയിൽ കിടന്ന് ഒത്തിരി ഇടിപിടിക്കേണ്ട മസിൽ പിടിക്കേണ്ട കാര്യം വരുന്നില്ല. മുമ്പേ പോയവരൊക്കെ കൃത്യമായിട്ട് പുറകെ വരുന്നവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തോളൂ. അത് ശരിക്കും അതൊരു നമുക്ക് ഞങ്ങളിപ്പോൾ എക്സ്പേർട്സ് എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടും. സത്യം അതല്ല, നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4ആയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. ഡിവൈഡ് ചെയ്യപ്പെടല്ല, മൾട്ടിപ്ലൈ ചെയ്യപ്പെടും. കാരണം അത്രയും പേരുടെ പ്രസൻസ് അവിടെ ഉണ്ടാകുകയാണ്, അപ്പനായിട്ടും അമ്മയായിട്ടും ഒക്കെ തന്നെ. അപ്പം ശരിക്കും ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പ്ലസ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സപ്പോസ് ഇപ്പം ഈ രണ്ടാമത്തെ മോളെ വഴക്ക് പറഞ്ഞു, മൂത്തയാൾ വന്ന് കംഫർട്ട് ചെയ്യും, താഴത്തെ ആൾക്കാർ ചെന്ന് കംഫർട്ട് ചെയ്യും. 4ാമത്തെ ആൾ നമ്മൾ വഴക്ക് പറയുന്നെങ്കിലും 3ാമത്തെ ആൾ, 2ാമത്തെ ആൾ, 1ാമത്തെ ആളെല്ലാം വന്ന് അതിനെ കംഫർട്ട് ചെയ്ത് ആ പറഞ്ഞത് മുഴുവൻ കാര്യമായിട്ടിരിക്കുകയും ചെയ്യും. അതെ, ആ രീതിയിൽ. അപ്പോൾ അത് ശരിക്കും ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയണ്ട, ആ മക്കളുടെ ഒരു ബാഹുല്യം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ദൈവം തരുന്ന ഒരു ആ ഒരു ഇതാണ് ഞാൻ കാണുന്നത്. പിന്നെ ഈ ടീനേജിലുള്ള കുട്ടിയാണെങ്കിലും ഏത് സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിലും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാം, ചിലപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല മൂഡുകൾ ഉണ്ടാവും. ആ സമയത്തെ നമ്മൾ വേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരല്പം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. പിള്ളേരാണ് ഈ മൂഡ് നോക്കുന്നത്. പേരൻസിനൊക്കെ പേരൻസ് നോക്കുന്നത് തിരിച്ചാ. എന്തെങ്കിലും ഒരു വഴക്ക് പറയാനുള്ള കാരണം, അല്ലെ പരീക്ഷ തോറ്റു, അതിന്റെ കൂട്ടത്തിൽ നീ പള്ളിയിലും പോവുകയില്ല, നീ എല്ലാ ഉപദേശങ്ങളും. ശരിക്കും അങ്ങനെ ഒരു മൂഡിൽ നമ്മൾ അവളോട്, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് മൂഡിൽ ഇരിക്കുമ്പോൾ ഇപ്പം പറയും, മോളെ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഈശോയുടെ മുമ്പിൽ കുറച്ചു നേരം നിൽക്കണം, നമ്മൾ വചനം വായിക്കണം. മോളിലോട് എപ്പോഴും പറയാം കേട്ടോ, രാവിലെ എഴുന്നേറ്റ് ഉടനെ മക്കളെ നിങ്ങൾ പോയിട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തണം. അപ്പം അതൊരു നമ്മളൊരു അത് അവർക്ക് ജീവിതത്തിൽ ഒരു പാടാവട്ടെ എന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് അവർ നല്ല മൂഡിലുള്ളപ്പോഴാണ്, ഒന്നെങ്കിൽ മഞ്ജു അല്ല ഞാനും പറയുമ്പോൾ. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, മക്കളെ അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ദൈവത്തിൻ്റെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. രാത്രി കിടക്കുമ്പോഴും ഈശോയെ ആലോചിച്ച് ഒരു വചനത്തിൻ്റെ ഒരു ഭാഗം വായിച്ച് നിങ്ങൾ കിടക്കുക. അതൊക്കെ ഇവരുടെ ഏറ്റവും നല്ല മൂടി മാത്രമേ ഞാനിത് പറയുള്ളൂ. അപ്പം എന്താ ഇവരുടെ ഹൃദയത്തിലോട്ട് അത് ചെല്ലുക മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ ബൈബിളൊന്ന് തുറന്നും. പിന്നെ ആധ്യാത്മിക വളർച്ചയ്ക്കും ഇതൊരു സഹായം പോലെയാണ്, ഒരു ചെറിയ കൃത്യമായിട്ട്. അപ്പം അവർ നമ്മളിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയാലും ഈ ശീലങ്ങൾ ചിലപ്പോൾ അവരെ കുറച്ചുകൂടി അവരുടെ ആ വഴികളെ കുറച്ചുകൂടെ. ഇതൊരു വെറും ഏജ് മാത്രമാണ് ടീനേജ് എന്ന് പറഞ്ഞ മാറ്റത്തിന് സമയം. ഇനി വലിയ മാറ്റങ്ങളും വലിയ തകർച്ചകളൊക്കെ അവർ നേരിടാൻ നിൽക്കുന്നുള്ളൂ. ഒത്തിരി ആരും ഇല്ലാത്ത സമയമൊക്കെ, അറ്റ്ലീസ്റ്റ് പേരൻസോ ആരുടെ സിബ്ലിങ്സ് ഒക്കെ കൂടെ ഉണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്തൊരു സമയമൊക്കെ വരുള്ളൂ. അന്നേരം അവർക്കുള്ള ബലത്തിനുള്ള ആദ്യപടികൾ ഇപ്പൊ നമ്മൾ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ അനുഭവത്തിൽ എങ്ങനെയാണെന്ന് ഇപ്പം പിള്ളേർക്ക് ഒരു ക്രൈസിസ് വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തിയിലോട്ട്, പരീക്ഷ സമയത്ത്, അന്നേരം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരിക്കുക, ഉപവസിക്കുക, ഒരു നേരം ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ത്യാഗപ്രവൃത്തികൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ ഒരു പേരൻസ് കുഞ്ഞുങ്ങൾക്ക് ക്രൈസിസ് വരുന്നുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. സാധാരണ പേരൻസിന് ക്രൈസിസ് വരുന്നോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ക്രൈസിസ് വരുന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ക്രൈസിസ് വരുന്നു എന്ന് പേരൻസ് തിരിച്ച് ചിന്തിക്കുന്നത്. സാർ പറഞ്ഞു പരീക്ഷകളിലാണ് ഇപ്പം, പ്രത്യേകിച്ച് ഇപ്പം 10ാം ക്ലാസ്സിലെ പരീക്ഷ, 12ാം ക്ലാസ്സിലെ പരീക്ഷ, അവരെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യം. നമ്മൾ അവർക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ അതിൻ്റെ സ്ട്രെസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ആ സമയത്തിന് വേണ്ടി നമ്മൾ നേർച്ചയിടുകയാണ്. നമ്മൾ ചെക്കിയോൻ മല ചവിട്ടും, അവിടെ പോയി പ്രാർത്ഥിക്കും. ആ രീതിയിൽ നമ്മൾ അപ്പം പിള്ളേരോടും പറയും, നിങ്ങളുടെ ഇതിന് ഞങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നു, നമ്മളത് മല ചവിട്ടുന്നു. അപ്പോൾ ആ രീതിയിലുള്ളൊരു മെസ്സേജും പിന്നെ അങ്ങനെ ഞങ്ങൾക്കൊരു ത്യാഗപ്രവൃത്തി. അപ്പം പിള്ളേരുടെ മനസ്സിലും നമുക്ക് ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ആ രീതിയിലുള്ള ഒരു ഫാമിലി കൂടെ ഉണ്ട്, ഇത്രയും പേര് പ്രാർത്ഥിക്കാനും കൂടെ ഉണ്ട്, ഒറ്റയ്ക്കല്ല, നമുക്ക് ഒരുമിച്ച് സമൂഹം ചെയ്യാം. പിന്നെ അതിന്റെ സൈക്കോളജി അപ്പുറത്ത് ദൈവത്തിന്റെ മുമ്പാകെ വൻ ആശ്രയത്വം. കാരണം അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. ദൈവം ഒരുമിച്ച് നിൽക്കുന്നവരുടെ അവിടെ ദൈവമുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പിള്ളേരോട് ഞാൻ പറയുന്നത്, അച്ഛക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് കുടുംബം പോയിട്ട് കുമ്പസാരിക്കണം, എന്നിട്ട് കുർബാന കൈക്കൊള്ളണം. അത് അച്ഛയുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് നിങ്ങൾ, കാരണം ഇപ്പം 2 പിള്ളേരും പല സ്ഥലത്തേക്ക് ആയതുകൊണ്ടും ഒരാളിങ്ങനെ കോഴിക്കോടൊക്കെ ആയതുകൊണ്ടും, അപ്പം അത് ഞാനിപ്പം പിള്ളേരോട് പറഞ്ഞു. ഹീലിംഗിന് പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഈ ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ, മാറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുള്ള വലിയൊരു ആശ്വാസമാണ് കുമ്പസാരക്കൂട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ആശ്വസിപ്പിക്കാം. ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ കുടുംബത്തെ മുഴുവൻ ആ സ്നേഹത്തിന്റെ വലയം, ആ സൗഖ്യത്തിന്റെ കരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ആസ്വദിക്കട്ടെ. മക്കളൊക്കെ അല്പം ദൂരെ പഠിക്കാനൊക്കെ ആണെങ്കിൽ പോലും ഹൃദയത്തിലേക്ക് അവരൊന്ന് ചേർത്ത് പിടിച്ചേ. ഉടയോന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം വളർത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ മക്കളൊക്കെ ഇപ്പോഴും ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോയപ്പോൾ മുറിവേൽക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ നിശബ്ദരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ,
അവരുടെ സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ഒന്നു ചേർന്ന് അവരോടൊക്കെ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ അവിവേകം കൊണ്ടൊക്കെ സംഭവിക്കപ്പെട്ടതാണെന്ന് എന്ന് വിചാരിച്ച് അവരോട് നമുക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ നിമിഷം സ്വർഗത്തിൻ്റെ വലിയ കനിവും ശക്തിയും എല്ലാം മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ. നിങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുത്ത എല്ലാ വിശുദ്ധിയുടെ പാഠങ്ങളും സ്നേഹങ്ങളും എല്ലാം ആ മക്കളുടെ ഹൃദയത്തിലുണ്ട്. ഈ ഒരു കനല്, ഈ ഒരു ചാരം ഒരല്പം മാറിക്കഴിയുമ്പോൾ ആ കനൽ വീണ്ടും ഊതിക്കത്തുകയും മക്കൾ വിശുദ്ധിയോടെ ഉയർന്നു വരികയും ചെയ്യും. ഈ സ്വർഗം എന്ന സമ്മാനങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ പരിശുദ്ധ അമ്മയുടെ വെമ്മല ഹൃദയത്തിലൂടെ സ്വർഗത്തിലേക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മുറിവുകളും ഉണക്കുന്ന സ്വർഗത്തിൻ്റെ വലതുകരം, എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ വലതുകരം നമ്മുടെ കുടുംബത്തിന് മേൽ നീട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.